ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. റവയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് റവയും ഉരുളക്കിഴങ്ങും വെച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതിന് ശേഷം അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അതിന്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലപോലെ കഴുകി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു സബോള കട്ട് ചെയ്തതും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ഇട്ട് കൊടുക്കുക, അല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി കൊടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ അളവിൽ വെള്ള എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. എള്ള് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ആ ഒരു അരച്ച് വെച്ചിരുന്ന മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഒരു അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇത് നല്ല പോലെ കൈവിടാതെ ഇളക്കി കൊടുക്കുക. ആദ്യം ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുത്താലേ പറ്റുള്ളൂ. ഇത് നന്നായി വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ കളറൊക്കെ മാറി ഈ ഒരു പരുവത്തിൽ വരും. അങ്ങനെ വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. ഈ ഒരു സ്പൂണിന്റെ അളവിൽ 1 സ്പൂൺ നിറയെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ അളവിൽ കായത്തിന്റെ പൊടിയും 1 സ്പൂൺ അളവിൽ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു പൊടികളുടെ പച്ചമണം മാറി കിട്ടും വരേക്കും ആ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഇതുപോലെ തയ്യാറാക്കുന്ന ഈ ഒരു സ്നാക്സിന് മല്ലിപ്പൊടി നിർബന്ധമാണ്. അത് എന്തായാലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. പിന്നെ ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. അതിന്റെ കളർ ചേഞ്ച് ആവണ്ടെന്ന് കരുതിയിട്ടാണ്. ഇനി നിർബന്ധമുള്ളവർക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഇതിന്റെ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറിക്കിട്ടി ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വറുത്ത റവ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് അളവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് യോജിപ്പിച്ചെടുക്കുകയും വേണം, അതിനോടൊപ്പം തന്നെ ഈ റവ ഒന്ന് വെന്ത് കിട്ടുകയും വേണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇളക്കി കൊടുത്ത് നല്ല മിക്സ് ആയിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് വീണ്ടും അരിപ്പൊടി ഇട്ട് കൊടുക്കണം. അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് വേണ്ടത്. 1/4 കപ്പ് അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ വളരെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിലുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിന്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാനുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴഞ്ഞു കൊടുത്താൽ മതി വെള്ളം. എന്നിട്ട് ഇത് കുഴച്ചിട്ടെടുക്കാം. ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ അത്യാവശ്യം ചെറിയ ചൂട് വേണം. കൈകൊണ്ട് തൊട്ടാൽ കുഴപ്പമില്ലാത്ത ആ ഒരു ചൂട് സമയത്ത് വേണം നമ്മൾ ഈ ഒരു മാവ് കുഴച്ചിട്ടെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഇതുപോലൊരു സ്പൂൺ അളവിൽ 1 സ്പൂൺ കറുത്ത എള്ളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മാവിന്റെ പരുവം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു മാവിന്റെ ആ പരുവാണ് കറക്റ്റ് പരുവം. ഇപ്പോൾ ഞാനിവിടെ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് വളരെ ചെറുതായിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ബോൾ ഷേപ്പിലാക്കിയതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഈ ഒരു വലിപ്പത്തിലും ഷേപ്പിലും ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റും കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള അളവിലും ഷേപ്പിലൊക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് മാവ് ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം എല്ലാം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് മുങ്ങി പൊരിയുന്ന രീതിയിൽ ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുക്കരുത്. ഒരു സൈഡ് മാത്രം വേവുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് വേണം ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിന്റെ എല്ലാം ഒരു സൈഡ് വെന്ത് കിട്ടി. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗം കൂടെ വെന്തതിന് ശേഷം ഇതുപോലെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരുപാട് എണ്ണയൊന്നും കുടിക്കാത്ത നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആണ്. ഇതുപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുറം ഭാഗം ക്രിസ്പി ആയിട്ടുള്ള അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള
ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. നമുക്ക് വൈകിട്ട് ചായക്ക് തയ്യാറാക്കാനാണെന്നുണ്ടെങ്കിലും വീട്ടിലൊരു ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടാവും. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.